കരയാൻ എന്താ പറയുക, ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ എനിക്ക് കരയാൻ ഭയങ്കര ഇഷ്ടമാണ്, ചിരിക്കാൻ ഭയങ്കര പാടാണ്. ഡബ്ബിങ് ചെയ്യുമ്പോഴും അതെ, കരയാൻ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഞാൻ ചിരിക്കാൻ പറഞ്ഞാലും അപ്പോഴും കരയും, കാരണം ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ കരയുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നായിട്ട് തോന്നിയില്ല. ആ സിനിമയിൽ ഞാൻ മിക്ക സീനിലും കരയുന്നുണ്ട്. അപ്പോൾ കരച്ചിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചിരിയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം. കറുത്ത പക്ഷികൾ കമൽ അങ്കിളാണ് പറഞ്ഞു തന്ന സ്റ്റോറി. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന്. അത് ഞാൻ ചെറുതായിരുന്നു, സ്ക്രിപ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്കിളെ കഥ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പറഞ്ഞു വിഷമമുണ്ട് പറയാൻ, അപ്പോൾ മോളെ ഒന്ന് മുടി മുറിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലൈക്ക് അന്ന് മുടി മുറിച്ചു. അങ്ങനെ അത് അത്രേ ഉള്ളൂ. കറുത്ത പക്ഷികൾക്ക് ശേഷം ഞാൻ ചെയ്ത ഫിലിം എസ് യുവർ ഓണർ, മായ ബസാർ, ഓർക്കുക വല്ലപ്പോഴും, ഷിക്കാർ, കാണ്ടഹാർ, പെൺപട്ടണം, റിപ്പോർട്ടർ, നോട്ടി പ്രൊഫസർ, ഇത്രമാത്രം, ഊമക്കുയിൽ പാടുമ്പോൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന omega.exe, ഇനി ചെയ്യാൻ പോകുന്ന മേജർ രവി അങ്കിളുടെ കർമ്മയോധ. മോഹൻലാൽ അങ്കിളുടെ കൂടെ ചെയ്തത് ഞാൻ ഷിക്കാർ, കാണ്ടഹാർ. അങ്കിളും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ഷിക്കാറിൻ്റെ സെറ്റിലാണ് ഫസ്റ്റ് ചെയ്തത്, ഷിക്കാറിലാണ്. അപ്പോൾ നല്ല ജോളിയായിരുന്നു. അതിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് സീനിലൊക്കെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അങ്കിൾ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പാട്ട് ചെയ്തത്. നല്ലതായിട്ട് എൻജോയ് ചെയ്തിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ക്ലൈമാക്സാണ്. ഇങ്ങനെ കാറ്റിനെ പിടിക്കുക, അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു ഡയലോഗായിരുന്നു. കുറേ പേര് എന്നെ കാണുമ്പോൾ ആ ഡയലോഗ് പറയാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാറ്റിനെ പിടിക്കണ പോലെ ആയിരുന്നു ആ ഷോട്ട്. അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടൊരു ഷോട്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും നല്ല രസമായിരുന്നു. എസ് യുവർ ഓണർ ഞാൻ ശ്രീനിവാസൻ അങ്കിളുടെ കൂടെ ചെയ്തത്. അത് പത്മപ്രിയ ചേച്ചിയുടെ കൂടെ സെക്കൻഡ് ഫിലിമായിരുന്നു. ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് കറുത്ത പക്ഷികൾ ചെയ്തിരുന്നു. അപ്പോൾ ശ്രീനിവാസ അങ്കിളുടെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്കിളിങ്ങനെ തമാശ അറിയാം, അത് അങ്കിൾ ചിരിക്കേണ്ട തമാശ അറിയാം. അപ്പോൾ നമുക്ക് തന്നെ ചിരി വരും. അപ്പോൾ നല്ല രസമായിരുന്നു. കറുത്ത പക്ഷികൾ കഴിഞ്ഞ ഉടനെ ചെയ്തതായിരുന്നു എസ് യുവർ ഓണർ. അതിൽ പത്മപ്രിയ ചേച്ചി തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എസ് യുവർ ഓണർ. ഊമക്കുയിൽ പാടുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റീമ എന്നായിരുന്നു. ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു. റീമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റീമ ഒരുപാട് എഴുതാനും വായിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ റീമ 7th വരെ സ്റ്റേറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവളുടെ അമ്മയ്ക്ക് അവളൊരു ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് CBSEയിലേക്ക് മാറ്റുകയും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമ. സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് കിട്ടിയത് കറുത്ത പക്ഷികൾക്കായിരുന്നു. അന്ന് ശരിക്കും നല്ല അത്ഭുതമായിരുന്നു. അന്നത്തെ ഫസ്റ്റ് ഫിലിം തന്നെ ആ കൊല്ലത്തെ മിക്ക അവാർഡും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കമൽ അങ്കിൾക്കും അതേപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കമൽ അങ്കിളും. പിന്നെ ആ ഫിലിമിന് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ഫിലിം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ് അവാർഡ് ഫോർ ഊമക്കുയിൽ പാടുമ്പോൾ. ഞാൻ ഫസ്റ്റ് കറുത്ത പക്ഷികൾ കണ്ടത് തൃശ്ശൂർ കൈരളിയിലായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് തിയേറ്ററിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും എന്നെ അപ്പ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് വിഷമമായി. ഫസ്റ്റ് മീൻസ് ആ കണ്ണ് കാണാണ്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ഓൾറെഡി അത് ഡബ് ചെയ്യുമ്പോൾ കണ്ടിരുന്നു. ബട്ട് തിയേറ്ററിൽ എല്ലാവരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്.